ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പ്രോൺസ് അല്ലെങ്കിൽ ഒരു ചെമ്മീൻ ബിരിയാണിയുമായിട്ടാണ്. ഈ വീട്ടിൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ് ഇത്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരൂ, വീഡിയോയിലേക്ക് പോകാം. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാനായി 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. അത് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാനായി പൊടികളിട്ട് കൊടുക്കാം. അതിനുവേണ്ടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതാണ് ഒരു കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ പുരട്ടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചെമ്മീൻ ഒരു ഫ്രൈങ് പാനിലിട്ട് വറുത്തെടുക്കാം. തീ ഓണാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് അവിടുന്ന് ഫ്രൈ ആയി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് വേണ്ട ചോറുണ്ടാക്കാം. ഇതിനായി ഒരു പോട്ട് സ്റ്റൗ మీద വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വേണ്ട അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. തീ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉണക്കമുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഫ്രൈ ആയി വരട്ടെ. കോരി മാറ്റാം. ഗാർണിഷ് ചെയ്യാനായി വേണ്ട നൈസായി കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. അതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്ത ഉള്ളി കോരി മാറ്റിയിട്ടിട്ടുണ്ട്. എണ്ണയിലേക്ക് നമുക്ക് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു പട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളകും സാജീരകം, ചെറിയ ജീരകമാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2 ഗ്ലാസ് അരിയാണ് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അരി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് ഞാൻ 3 കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ നെയ്ച്ചോറിൻ്റെ അരി ആധാർവാള അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി കൂട്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കാം. 2 ഉള്ളി, ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇട്ടിച്ച് കൊടുക്കാം. എല്ലാം കൂടിയിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. ചോറ് അവിടുന്ന് വെന്ത് വരട്ടെ. നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കൂടുതൽ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പ്രോൺസ് കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ നല്ല റഫായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് ഞാനിത്. ചോറ് അവിടെ വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. അതിനായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു പട്ടയും 4 ഗ്രാമ്പുവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 4 പച്ചമുളക് ചതച്ചതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഈ കുറച്ച് വെച്ച് കൊടുക്കാം. 2 ഉള്ളി കട്ട് ചെയ്തതാണ്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 2 ചെറിയ തക്കാളി, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ശേഷം എല്ലാം കൂടി ഒന്ന് വാട്ടി കൊടുക്കാം.
ഇവിടെ സോട്ടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ചോറ് ഇവിടെ റെഡിയാണ്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്ക് മസാലക്കൂട്ടിട്ട് കൊടുക്കാം. മല്ലി ചോറും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ദമ്മിട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു മൂടി തുറന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതുകൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര് ബിരിയാണി മസാലപ്പൊടി കലക്കിയെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് 2 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ച് കൊണ്ടുവരാം. മൂടിയിട്ട് കൊടുക്കാം. നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡിയാണ്. മൂടി തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതാ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ പ്രോൺസ് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.